അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ദർസുൽ ഖുർആനിൻ്റെ ക്ലാസ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ആ ഒരൊറ്റ കാരണം കൊണ്ട് റമദാൻ മാസം എത്രമാത്രം പവിത്രമാണ്, എത്രമാത്രം ശ്രേഷ്ഠത നൽകപ്പെട്ടതാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും പ്രാധാന്യവും എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവിടെയാണ് ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും നമ്മൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുക. രണ്ടാഴ്ചകളിലായി വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂനിലെ 1 മുതൽ 5 വരെയുള്ള 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. വളരെ കുറഞ്ഞ ആയത്തുകൾ മാത്രമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ മുനാഫിഖൂൻ. അതിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. റമദാനിൽ ഈ ക്ലാസിൻ്റെ സമയം നമ്മൾ അല്പം നേരത്തെ, അഥവാ സൗദിയിൽ ഇന്ന് വ്രതാനുഷ്ഠാനം ആരംഭിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസിൻ്റെ സമയം, റമദാനിൻ്റെ സമയം മാറ്റിയിട്ടുള്ള കാര്യം നമ്മുടെ ക്ലാസിൻ്റെ ഗ്രൂപ്പുകളിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് റമദാനിൽ ഈ സമയത്തായിരിക്കും, അഥവാ സൗദിയിൽ 2 മണിക്കും നാട്ടിൽ 4:30 മണിക്കുമാണ് നമ്മുടെ ഈ ക്ലാസ് ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ വായിക്കുന്ന 8-9 ആയത്തുകൾ നമുക്ക് വായിക്കുകയും അതിൻ്റെ അർത്ഥവും വിശദീകരണവും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. യദ്യാത്തിൻ്റെ പേര് പരാമർശിക്കുന്നത് പോലെ തന്നെ ഇതിലുള്ള വിഷയങ്ങളും കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സഹാബത്തിനിടയിൽ മുസ്ലിങ്ങളായി പുറമേക്ക് അഭിനയിച്ച് ഉള്ളിൽ കാപട്യം സൂക്ഷിച്ചിരുന്ന
മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് ഈ പരാമർശങ്ങളെല്ലാം. അവരുടെ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ആശങ്കകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു ധാരണ, തങ്ങളാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്, മുസ്ലിങ്ങളെ തീറ്റിപ്പോറ്റുന്നത് എന്നും അവരെ സഹായിക്കുന്നതെന്നും, അതുകൊണ്ട് തങ്ങൾ നൽകുന്ന സഹായം നിർത്തിവെച്ചാൽ അവർ പട്ടിണിയിലാകും, മാത്രമല്ല മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോകും, ഇപ്പോൾ ഇങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്നത് തങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആളുകൾക്കിടയിൽ ഇങ്ങനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫളു. ദൈവദൂതന്റെ കൂടെയുള്ളവർക്ക് നിങ്ങളൊന്നും ചെലവഴിക്കരുത്, അവരെ നിങ്ങൾ സഹായിക്കരുത്. അങ്ങനെയാകുമ്പോൾ അവർ മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊള്ളും എന്നവർ ധരിച്ചിരുന്നു. ആ കാര്യം കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചു. മാത്രമല്ല, ഈ ഭൗതികമായ സൗകര്യങ്ങളും സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളുമൊക്കെ തങ്ങളുടെ അഹങ്കാരത്തിന്റെ ഒരു നിദാനമായി, കാരണമായി അവർ കാണുകയും ചെയ്തു. അതുകൊണ്ട് തങ്ങൾക്കാണ് പദവികളുള്ളത്, തങ്ങളാണ് സമ്പത്തിന്റെ ഉടമകൾ, ഞങ്ങളാണല്ലോ അവരെ സഹായിക്കുന്നത്, അതുകൊണ്ട് എല്ലാവിധ അഭിമാനവും അന്തസ്സും പ്രതാപവും ഞങ്ങൾക്കാണുള്ളത്, ഞങ്ങളുടെ സഹായം പറ്റി ജീവിക്കുന്ന ഇവർ നിന്ദ്യരാണ് എന്ന് മുസ്ലിങ്ങളെ അവർ പരിഹസിക്കുകയും പലപ്പോഴും അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു എടുത്തുപറച്ചിലിന്റെ കാര്യമാണ് അള്ളാഹു ഈ 8-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നത്. യഖൂലൂന, അവരിങ്ങനെ പറയുമായിരുന്നു, ലഇർ റജഅനാ ഇലൽ മദീനത്തി, മദീനയിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നാൽ, തിരിച്ചെത്തിയാൽ, ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, ഞങ്ങൾ അവിടേക്ക് തിരിച്ചെത്തിയാൽ പ്രതാപമുള്ളവർ നിന്ദ്യരായവരെ പുറത്താക്കുക തന്നെ ചെയ്യും, മദീനയിൽ നിന്ന് അവരെ ഓടിക്കും എന്ന രൂപത്തിൽ അവർ പറഞ്ഞിരുന്നു. ഇത് പറയുന്നത്, അതിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മുഫസ്സിരീങ്ങൾ ഇത് വിശദമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യുദ്ധത്തിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ മദീന വിട്ട് പുറത്തു പോകുമ്പോൾ അത്തരം യാത്രകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ അവർ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഒരു യുദ്ധയാത്രയിൽ അല്ലെങ്കിൽ യുദ്ധത്തിനു വേണ്ടിയുള്ള യാത്രയിൽ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയുന്ന, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന് പറയുന്ന അവരുടെ നേതാവ്, ആ നേതാവാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ചരിത്രം അല്ലെങ്കിൽ തഫ്സീറുകൾ വിശദീകരിക്കുന്നത്. മദീനയിലേക്ക്, ആ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയാൽ പ്രതാപമുള്ള ഞങ്ങൾ നിന്ദ്യരായ മുസ്ലിങ്ങളെ, യഥാർത്ഥ മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഇങ്ങനെ പറയാൻ അവർക്കുള്ളൊരു പ്രചോദനം, തങ്ങളുടെ അടുക്കലാണ് ഭൗതികമായ സൗകര്യങ്ങളും സമ്പത്തുകളും ഉള്ളത്, തങ്ങൾക്കൊരുപാട് അനുയായികളുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് അഭിമാനത്തിന്റെ മാനദണ്ഡങ്ങളായി, പ്രതാപത്തിന്റെ മാനദണ്ഡങ്ങളായി അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ പറയുകയും ചെയ്തത്. മുറൈസ്യ യുദ്ധം കഴിഞ്ഞ്, ചില ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ തഫ്സീറുകളിൽ മുറൈസ്യ യുദ്ധം കഴിഞ്ഞ് അവർ തിരിച്ചു പോരുമ്പോഴാണ് അവരിങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അതല്ല, മറ്റു ചില സന്ദർഭങ്ങളിലാണ് എന്ന് പറയുന്നു. ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇങ്ങനെ അവർ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ
ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, പല സന്ദർഭങ്ങളിലും മുസ്ലിങ്ങളെ പരിഹസിക്കാനും ഇതുപോലെ അവർക്കെതിരെ സംസാരിക്കാനും അവരുടെ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം പടച്ചവൻ ഇവിടെ എടുത്തു പറയുകയും എന്നിട്ട് അവർക്ക് അതിനുള്ള പറയാൻ അവർക്ക് പ്രചോദനമായത് എന്താണോ അതിനടക്കം അവർക്ക് മറുപടി നൽകുകയുമാണ് ഈ ഒരൊറ്റ വചനത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ അവർ നടത്തിയ അഭിപ്രായ പ്രകടനം എന്താണ്? യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ, മടങ്ങിയെത്തിയാൽ, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദല്ല, ഏറ്റവും പ്രതാപമുള്ളവർ, ഏറ്റവും നിന്ദ്യരായവരെ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് ആയിരുന്നു അവരുടെ അഭിപ്രായ പ്രകടനം. പക്ഷെ അതിന് അള്ളാഹുവാണ് മറുപടി കൊടുക്കുന്നത്. അള്ളാഹു എന്താ പറഞ്ഞത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. യഥാർത്ഥത്തിൽ ഈ പ്രതാപം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയാ, പ്രതാപം എന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവര് പറയുന്നത് അവരുടെ ധാരണ ഭൗതികമായ സൗകര്യങ്ങളും അനുയായികളും സമ്പത്തും ഒക്കെയാണ് പ്രതാപത്തിന്റെ മാനദണ്ഡമായി അവർ കാണുന്നത്. പക്ഷേ ഇതൊന്നുമല്ല പ്രതാപത്തിന്റെ മാനദണ്ഡം. പ്രതാപത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാൾ ആരാണ് എന്ന് തിരിച്ചറിയുകയും ആ സ്വത്വബോധം മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ആ സ്ഥാനത്തെ അയാൾ ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ പ്രതാപം എന്ന് പറയുന്നത്. അതൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള തിരിച്ചറിവാണ് പ്രതാപം എന്ന് പറയുന്നത്. അവരുടെ സത്യസന്ധമായ വിശ്വാസവും ചിന്തകളുമാണ് ആ പ്രതാപത്തിന്റെ മാനദണ്ഡമാകേണ്ടത്. പണവും സ്വത്തുമില്ലാതെ തന്നെ പ്രതാപത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതിയിലെത്തിയ സഹാബത്ത് അവരുടെ കറകളഞ്ഞ നിഷ്കളങ്കമായ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇവിടെയും അള്ളാഹു പറയുന്നത് എന്താ അറിയോ? അവർ ധരിക്കുന്നത് പോലെയല്ല. പ്രതാപം എന്ന് പറയുന്നത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ, അത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അവന്റെ ദൂതന് അവകാശപ്പെട്ടതാണ്, അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ്. പ്രതാപം എന്ന് പറയുന്നത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറയുന്നതാണ് അവരുടെ ഈ പ്രതാപത്തിന്റെ മാനദണ്ഡമായി, അല്ലെങ്കിൽ അതായി അവർ കാണുന്നത് അഹങ്കാരമാണ്, അത് പ്രതാപമല്ല. തങ്ങൾക്ക് സ്വത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ഭൗതികമായ സൗകര്യങ്ങളുണ്ട്, ഒരുപാട് അനുയായികൾ തങ്ങൾക്കുണ്ട്, അതൊക്കെ ഒരു അഹങ്കാരത്തിന്റെ കാര്യങ്ങളാണ്. അതുവഴി അവർ അഹങ്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അഹങ്കാരം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയുള്ള ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസാരമായി കാണലുമാണ്. തങ്ങളാണ് ഉയർന്നവര്, അവരൊക്കെ നിന്ദ്യരാണ്, താഴെ തട്ടിലുള്ളവരാണ് എന്നൊരു രീതി. അതേപോലെ തന്നെ ബത്റുൽ ഹക്ക്, സത്യത്തെ നിഷേധിക്കുക. കാരണം അവർക്ക് സത്യവിശ്വാസം ഇന്നതാണ് എന്നും അതാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും അവർക്കറിയാമല്ലോ. പക്ഷെ അവർ അത് അറിഞ്ഞതിന് ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിച്ചവരാണ് എന്ന് ഇതേ അധ്യായത്തിൽ തന്നെ ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ വിശ്വസിക്കുകയും ദാലിക ബിഅന്നഹും ആമനൂ സുമ്മ കഫറു, അവർ വിശ്വസിക്കുകയും പിന്നീട് അവർ അവിശ്വസിക്കുകയും ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ തങ്ങളുടെ ആത്യന്തിക വിജയത്തിന് കാരണമാകേണ്ട സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പിന്നെ അത് കളഞ്ഞുകുളിച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഉള്ളിൽ കാപട്യം സൂക്ഷിച്ച് പുറമെ മാത്രം വിശ്വാസം അഭിനയിക്കുന്ന ഈ മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, അവർ യഥാർത്ഥത്തിൽ അഹങ്കാരികളാണ്. കാരണം പ്രതാപം എന്ന് പറഞ്ഞാൽ പണമാണ്, ഇതൊക്കെയാണെന്ന് അവരുടെ ധാരണ. പക്ഷെ അതൊന്നുമല്ല. പ്രതാപം എന്ന് പറഞ്ഞത് സത്യസന്ധമായ വിശ്വാസം ഉൾക്കൊള്ളലാണ്. മനുഷ്യൻ അവന്റെ സ്വത്വബോധത്തെ ഉൾക്കൊണ്ട് അവന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോൾ അവന് ലഭ്യമാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ പ്രതാപം എന്ന് പറയുന്നത്.
അത് തിരിച്ചറിഞ്ഞവർ പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സത്യസന്ധരായ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ ആ സത്യവിശ്വാസം അവർക്ക് നൽകിയ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് പ്രതാപം. അത് സ്വീകരിച്ച പ്രവാചകനുണ്ടല്ലോ, സത്യവിശ്വാസികളുണ്ടല്ലോ, അവർക്കാണ് യഥാർത്ഥത്തിൽ പ്രതാപം എന്ന് അള്ളാഹു തന്നെ അവർക്ക് മറുപടിയായി നൽകുകയാണ്. യഥാർത്ഥത്തിൽ പ്രതാപവും അന്തസ്സുമുള്ളവർ അവരാണ് എന്ന് അള്ളാഹു തന്നെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കപടവിശ്വാസികൾക്ക് അവരുടെ ഈ ഇരട്ടത്താപ്പിൽ ഇരുമുഖം സ്വീകരിച്ചതിൽ ഒരിക്കലും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അതിലവർ വിജയിക്കണമെങ്കിൽ ഇവിടെ ഭൗതിക ലോകത്ത് അവർക്ക് വിജയം കാണാൻ കഴിയണം. പരലോകത്ത് ഏതായാലും അവർക്ക് വിജയമില്ലല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഇരുലോകത്തും അവർക്ക് നാശമാണ്, അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് കാരണം എന്താ അറിയോ, ഇങ്ങനെ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുമായിരിക്കും എന്നും ആത്യന്തികമായ വിജയം എന്ന് അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുജാദിലയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കതബല്ലാഹു ലഅഗ്ലബന്ന അന വറസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. കതബല്ലാഹ്, അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട്, ലഅഗ്ലബന്ന രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ലഅഗ്ലബന്നല്ലാഹ് അള്ളാഹു ആണ് അതിജയിക്കുന്നവൻ അല്ലെങ്കിൽ ലഅഗ്ലബന്ന അന വറസുലി, ഞാനും എന്റെ ദൂതന്മാരും അതിജയിക്കും എന്ന് പറഞ്ഞാൽ ഇവരെ മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള പ്രവാചകന്മാരുടെ സത്യമാർഗത്തിലെ പ്രബോധനത്തിന്റെ തടസ്സങ്ങളായി ഏതൊക്കെ കാലത്ത് എങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം വിജയിക്കുന്നവൻ അള്ളാഹുവും അവൻ അയച്ച ഈ ദൂതന്മാരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വഞ്ചകന്മാരായ കപടവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധിക്കുകയില്ല. ആത്യന്തികമായ വിജയം അവർക്കാണ് ലഭിക്കുക. ഭൗതികമായ ചില നശ്വരമായ അല്പസമയത്തേക്കുള്ള ചില നേട്ടങ്ങളും ചില നന്മകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചേക്കാം. ഇപ്പൊ നബി മുസ്ലിങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ ആ ഗനീമത്ത് സ്വത്ത് ലഭിക്കുന്നതിന് വേണ്ടി കൂടെ കൂടുകയും പിന്നെ അവരെ ചതിക്കുകയും ചില സന്ദർഭങ്ങളിൽ പിന്തിരിഞ്ഞോടുകയും ഒക്കെ ചെയ്തിരുന്നു അവർ. പക്ഷെ എന്നാലും യുദ്ധാർജിതം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓഹരി വെക്കുമ്പോൾ അവർക്കും കൊടുത്തിരുന്നു. കാരണം അവർ ബാഹ്യമായി മുസ്ലിങ്ങളാണ്, അവരുടെ ഉള്ളിൽ എന്ത് എന്നുള്ള കാര്യം പ്രവാചകൻ അറിയില്ല. അത് അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ് യഥാർത്ഥത്തിൽ പ്രതാപം ഉള്ളത്, അവരാണ് അന്തസ്സുള്ളവർ. എന്നാൽ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവരുടെ ഇതിന്റെ മുമ്പ് പറഞ്ഞ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവർക്ക് ആശങ്കയുണ്ടാകും, ഉത്കണ്ഠയുണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അവരുടെ ചില സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും കാരണം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താ അറിയോ, സത്യവിശ്വാസികളോടായി പടച്ചവൻ പറയട്ടോ, ഈ കപടവിശ്വാസികളെ കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ, ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് മനോഹരമായ ഒരു ഉപദേശം നൽകുകയാണ്. അതെന്താ അറിയോ, യാ യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അശ്രദ്ധരാക്കരുത്. അംവാലുക്കും, നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് നിങ്ങൾ അശ്രദ്ധമാക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ പാടില്ല. അതിന് നിങ്ങളുടെ സമ്പത്ത് കാരണമായിക്കൂടാ. വലാ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും അതിന് കാരണമായിക്കൂടാ. എന്തിന്? അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ
സ്മരിക്കുന്നതിൽ നിന്ന് അവന്റെ ഓർമ്മ വിട്ട് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. അവന്റെ സ്മരണയിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ ഓർമ്മയും സ്മരണയും എപ്പോഴും നിങ്ങൾക്കുണ്ടാകണം, നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകണം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇതുവരെ പറഞ്ഞത് കപടവിശ്വാസികളെ കുറിച്ചാണല്ലോ. അപ്പൊ ആ കപടവിശ്വാസികൾക്ക് ഇങ്ങനെ ഉള്ളിൽ കാപട്യം സൂക്ഷിക്കാനും പുറമേക്ക് അത് അഭിനയിച്ചുകൊണ്ട് മുനാഫിക്കുകളാവാൻ അവർക്ക് പ്രചോദനമായത് എന്താ? തങ്ങൾ ഒരുപാട് അനുയായികളുള്ളവരാണ്, തങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്. ഇതാണ്. അപ്പൊ ഈ സമ്പത്തും അതേപോലെ തന്നെ സന്താനങ്ങളും അനുയായികളും ഒക്കെയാണ് അവരെ യഥാർത്ഥ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ജീവിക്കാൻ അവരെ പ്രചോദിപ്പിച്ചത്. സത്യവിശ്വാസികളെ, നിങ്ങൾക്കും ഒരുപക്ഷെ സമ്പത്ത് കിട്ടിയേക്കാം ഈ ജീവിതത്തിൽ. നിങ്ങൾക്ക് ഒരുപാട് ശക്തരായ നിങ്ങളുടെ മക്കള് അവർ ജോലി ചെയ്യുന്നു, അവർ ആരോഗ്യപരമായി ദൃഢഗാത്രരാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അള്ളാഹു പലവിധത്തിലുള്ള നിഅമത്തുകൾ നൽകിയേക്കാം. പക്ഷെ അങ്ങനെയൊക്കെ നൽകപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അതൊന്നും നിങ്ങൾക്കൊരു തടസ്സമാകരുത്. ആ സമ്പത്തിൽ മതിമറന്ന് നിങ്ങൾ ജീവിക്കരുത്. അള്ളാഹുവിന്റെ ഓർമ്മയും സ്മരണയും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന വളരെ ഗൗരവതരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു നൽകുന്നത്. കാരണം എന്താ അറിയോ? കപടവിശ്വാസികൾ ഇങ്ങനെ കപടന്മാരാകാനുള്ള മൂല കാരണം ഇതാണ്. അതിപ്പോ അവര് മാത്രല്ല, നിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ആയിത്തീരും നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുമ്പോൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്താനങ്ങളും ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ മറന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും അവനെ വിസ്മരിക്കരുത്. ഈ പറഞ്ഞതിനർത്ഥം സ്വത്തും സന്താനങ്ങളൊന്നും പാടില്ല എന്നല്ല. അതൊക്കെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു ചിലർക്ക് നൽകുന്നു, ചിലർക്ക് നൽകുന്നില്ല. നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മൾ വേണ്ട രൂപത്തിൽ അത് നൽകിയ പടച്ചവൻ പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കുന്നുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവന്റെ സന്താനങ്ങൾ അവന് ഭാവിയിൽ അവന് ഉപകാരപ്രദമായ രീതിയിൽ അവൻ വളർത്തുന്നുണ്ടോ എന്നതും ഒരു പ്രധാനമാണ്. കാരണം എന്താ? ഈ സമ്പത്തും മക്കളൊക്കെ അവന്റെ മരണശേഷവും അവന് ഉപകാരപ്പെടുന്ന ഒരു മേഖല അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലോ. അപ്പോൾ സമ്പത്ത് പാടില്ല എന്നോ സന്താനങ്ങൾ പാടില്ല എന്നൊന്നും അല്ല ഖുർആൻ പറയുന്നത്. അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ പെട്ടതാണ്. അത് ലഭിച്ചവരാകട്ടെ മഹാഭാഗ്യവാന്മാരുമാണ്. പക്ഷേ ആ നിഅമത്തുകൾ വേണ്ട രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാതെ നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ധനം ചെലവഴിക്കാതെ ആകുമ്പോഴാണ് അതൊരു നഷ്ടക്കച്ചവടമായി മാറുന്നത്. അങ്ങനെ ആകുമ്പം അത്തരം ആളുകളെ കുറിച്ചാണ് പടച്ചവൻ പറഞ്ഞത്. എന്ത്? ദാലിക്ക എന്ന് പറഞ്ഞാൽ ഒമൻ യഫ്അൽ ദാലിക്ക, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരായിരിക്കും വലിയ നഷ്ടക്കാർ. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇതൊക്കെ നൽകിയിട്ട് അതിനോട് യാതൊരു കൂറും കടപ്പാടുമില്ലാതെ അവൻ മതിമറന്ന് തോന്നിയ പോലെ ജീവിക്കുക. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ എന്ന് പറയുന്ന പഴയ പാവപ്പെട്ടവന് പിന്നീട് മുതലാളിയായി കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഒരു മുതലാളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ വിസ്മരിച്ച അനേകം ആളുകളുടെ ചരിത്രങ്ങൾ ഹദീസുകളിലും ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. ഇവിടെ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താ അറിയോ? ഈ കപടവിശ്വാസികൾക്ക് പറ്റിയതുപോലെയുള്ള നഷ്ടം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? നിങ്ങൾക്ക് മക്കളും സന്താനങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചില കടമകളും കടപ്പാടുകളുണ്ട്. അത് നിർവഹിച്ചാൽ നിങ്ങൾക്കത് ഇഹലോകത്തും പരലോകത്തും ഗുണമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാമല്ലോ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന് പ്രതിഫലം ലഭ്യമാകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിലൊന്നെന്താ? അതിലൊന്ന് സദഖത്തുൻ ജാരിയ, ഒരു കാര്യം. 3-ൽ 1 കാര്യം നിലനിൽക്കുന്ന ദാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല മാർഗത്തിൽ ചെലവഴിച്ച, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചത്, അതല്ലെങ്കിൽ ഒരു പഠന കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തത്, അതല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തത്, അങ്ങനെ എന്തൊക്കെ നിങ്ങൾ ചെയ്തോ അതൊക്കെ നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങളുടെ മരണശേഷം ലഭ്യമാകുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ സമ്പത്ത് അങ്ങനെ ഉപയോഗപ്പെടുത്താം. എല്ലാ സമ്പത്തും ഈ ഭൗതികമായ ആഡംബരങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണ്ട, അങ്ങനെയും ചെലവഴിക്കണം. അതേപോലെ തന്നെയാണ്
അവന്റെ സന്താനം, വലദുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന അവന്റെ സന്താനം എന്ന് പറഞ്ഞാൽ എന്താ? ആ സന്താനം നല്ല നിലക്ക് വളർന്ന് വിദ്യാഭ്യാസം നേടി മതബോധമുണ്ടായി അങ്ങനെ തന്റെ മാതാപിതാക്കളെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാത്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കളാണ്. ആ മക്കളെയാണ് നമ്മൾ വളർത്തിയെടുത്തതെങ്കിൽ നമ്മുടെ മരണശേഷം ആ മക്കൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ തന്നെ നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തി നൽകും. ആ സമയത്ത് ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ സ്വർഗത്തിൽ അവന്റെ പദവികൾ ഉയർന്നു ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർത്തി കിട്ടുമ്പോൾ അവൻ ചോദിക്കുമത്രേ, അന്നഹാദ, എങ്ങനെയാണ് ഇത്രയും വലിയ, ഇന്നലെ ഞങ്ങൾ സ്വർഗത്തിൽ തന്നെ വലിയൊരു ജീവിതത്തിലായിരുന്നു, ഇന്ന് അതിനേക്കാൾ ഉയരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ രൂപത്തിലുള്ള കാര്യങ്ങൾ ലഭ്യമായിരിക്കുന്നു, എങ്ങനെ ഇത് ലഭിച്ചു എന്ന് അവർ ചോദിക്കുമത്രേ. അപ്പൊ അവരോട് ഇങ്ങനെ പറയപ്പെടും, ലി ഇസ്തിഗ്ഫാരി വലദിക്കലക്ക, നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നിന്റെ സന്താനങ്ങൾ ഉണ്ടല്ലോ, ആ സന്താനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഉയർച്ച ലഭിച്ചിരിക്കുന്നത് എന്നവരോട് പറയപ്പെടും എന്നതാണ്. അപ്പൊ അത് ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അവൻ ഇവിടെ പഠിപ്പിച്ച ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ ഉണ്ടാകും. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ അവരോതുമ്പോൾ അവരവരുടെ മക്കൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ അതൊക്കെ ഈ പഠിപ്പിച്ച ഒരാൾക്ക്, അതാരാണോ പഠിപ്പിച്ചത്, അതേപോലെ അയാൾക്ക് ഖുർആൻ മാത്രമല്ല ഉപകാരപ്രദമായ എന്തൊക്കെ വിജ്ഞാനങ്ങളുണ്ടോ അത് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നന്മകൾ ഇയാളുടെ മരണശേഷം ലഭ്യമാകും. അപ്പൊ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ സ്വത്തും അവന്റെ സന്താനങ്ങളുമാണ്. അതുകൊണ്ട് അള്ളാഹു പറയാട്ടോ, ഈ ഭൂമിയിൽ പലപ്പോഴും മനുഷ്യൻ അവന്റെ അള്ളാഹുവിന്റെ സ്മരണ അവൻ വിട്ടുപോകുന്നത് എപ്പോഴാ? അവൻ ഈ ദുനിയാവിന് വേണ്ടി ഇങ്ങനെ അഹോരാത്രം പ്രയത്നിക്കുമ്പോഴാണ്. അവൻ അത്യാവശ്യം ജീവിക്കാനുണ്ട്, എന്നാലും അവൻ അങ്ങനെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അവന് അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയം ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ അവന് വീഴ്ചകൾ സംഭവിക്കുന്നു. അവന്റെ ബിസിനസ്, അവന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആ തിരക്കിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? അയാളുടെ കുടുംബത്തിന് വേണ്ടി, അയാളുടെ മക്കൾക്ക് വേണ്ടി. അപ്പൊ അയാളുടെ പരലോകം പോലും പലപ്പോഴും നഷ്ടപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്തുകൊണ്ടാണ് തനിക്കും തന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പടച്ചവൻ ഇവിടെ പറഞ്ഞത്, യാ യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടം സംഭവിച്ചവർ എന്ന്. അത് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്, ഗൗരവതരമായ ഒരു താക്കീതാണ്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ശേഷം ആണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നത് ഈ താക്കീതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മളോട് കൂടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അള്ളാഹ് ഇതിലെ ബാക്കി ആയത്തുകൾ അടുത്ത ആഴ്ച ഈ സൗദി സമയം 2 മണിക്ക്, നാട്ടിലെ 2:30 മണിക്ക് ഇൻഷാ അള്ളാഹ് നമുക്ക് വിശദീകരിക്കാം. എല്ലാവരുടെയും നോമ്പും നമസ്കാരങ്ങളും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും എല്ലാം അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ ഖുർആൻ, അവന്റെ കലാം അവതരിപ്പിക്കപ്പെട്ട മാസമായ ഈ റമദാനിൽ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും ഇതുപോലെയുള്ള ഖുർആനെ സംബന്ധിച്ച ക്ലാസുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് സന്മനസ്സും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.